ഗായകൻ പി ജയചന്ദ്രൻ തൃശൂരിൽ അന്തരിച്ചു. അന്ത്യം അർബുദബാധയെ തുടർന്ന് 80-ാം വയസ്സിൽ വിടവാങ്ങിയത് മലയാളത്തിന് നിരവധി ഭാവഗാനങ്ങൾ സമ്മാനിച്ച അതുല്യ പ്രതിഭ. മികച്ച ഗായകനുള്ള സംസ്ഥാന പുരസ്കാരം നേടിയത് 5 തവണ, സ്വന്തമാക്കിയത് ഒട്ടേറെ ദേശീയ പുരസ്കാരങ്ങൾ. ആരെയും ഉപദ്രവിക്കാൻ ആഗ്രഹിച്ചിട്ടില്ലെന്ന് ഹണി റോസ്. ആരുടെയും വേദനയിൽ ആഹ്ലാദവുമില്ല, പിന്നെയും വേദനിപ്പിച്ചത് കൊണ്ടാണ് പ്രതിരോധിച്ചതെന്ന് താരം. സോഷ്യൽ മീഡിയയിലെ പ്രതികരണം ബോബി ചെമ്മണ്ണൂരിനെ ജയിലിലേക്ക് മാറ്റിയതിന് പിന്നാലെ. PC ജോർജിന്റെ വിദ്വേഷ പരാമർശത്തിൽ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് പരാതി. മുസ്ലിങ്ങളെല്ലാം വർഗീയവാദികളെന്നായിരുന്നു ചാനൽ ചർച്ചയിലെ പരാമർശം. വയനാട് SP പരാതി നൽകിയത് വെൽഫെയർ പാർട്ടി നേതാവ്. സൈനിക മേധാവി ജോസഫ് ഔൺ ലെബനൻ പ്രസിഡന്റ്. രാജ്യത്തിന്റെ നിർണായക പദവി ഒഴിഞ്ഞുകിടന്നത് 2 വർഷം. പാർലമെന്റ് ഔണിനെ തെരഞ്ഞെടുത്തത് അമേരിക്കയുടെയും സൗദി അറേബ്യയുടെയും താൽപര്യപ്രകാരമെന്ന് വിലയിരുത്തൽ. ഛത്തീസ്ഗഡിലെ സ്റ്റീൽ ഫാക്ടറിയുടെ ചിമ്മിനി തകർന്ന് 2 മരണം. നിരവധി പേർ കുടുങ്ങിക്കിടക്കുന്നുവെന്ന് റിപ്പോർട്ട്. അപകടം നിർമ്മാണത്തിലിരുന്ന പ്ലാന്റിൽ. രക്ഷാപ്രവർത്തനം തുടരുന്നു.